മരിനാട് മത്സ്യബന്ധന വള്ളം മറിഞ്ഞൊരു മത്സ്യത്തൊഴിലാളി മരിച്ചു. അലൂഷ്യസ് ആണ് മരിച്ചത്. സംഭവം ഇന്ന് രാവിലെ 6 മണിക്കാണ്. ഒപ്പമുണ്ടായിരുന്ന 3 പേർ നീന്തി രക്ഷപ്പെട്ടുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അലൂഷ്യസിനെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഇനി ഇടുക്കിയിലും ഒരു മരണത്തിൻ്റെ വാർത്ത വരുന്നുണ്ട്. ഇടുക്കി മാങ്കുളം താളുംകണ്ടത്ത് യുവാവ് പുഴയിൽ വീണ് മരിച്ചു. താളുംകണ്ടം സ്വദേശി സനീഷാണ് മരിച്ചത്. 20 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ഈ കഴിഞ്ഞ രാത്രി 1 മണിയോടെയായിരുന്നു ഈ സംഭവം നടന്നത്. മഴയായതുകൊണ്ട് പുഴയുടെ അതിര് കാണാൻ കഴിഞ്ഞില്ലെന്ന് പറയുന്നു. കാൽ വഴുതി വീണാണ് അപകടമുണ്ടായത്. മൂന്നാർ പോലീസ് സ്ഥലത്തെത്തുന്നു. താളുകണ്ടം പുഴയിലേക്കാണ് സനീഷ് വീണുപോയത്. സങ്കടകരമായ 2 മരണത്തിൻ്റെ വാർത്തയാണ് ഇന്ന് രാവിലെ വരുന്നത്. ആദ്യം പരിനാട് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ച സംഭവമില്ലേ, അലൂഷ്യസ് മരിച്ച കാര്യം ഞാൻ പറഞ്ഞു. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി തത്സമയ വിവരങ്ങൾ നൽകാൻ അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അഖിൽ ഷാ, സങ്കടകരമായ കാര്യം പറയൂ. അദ്ദേഹത്തിന് 45 വയസ്സായിരുന്നു പ്രായം, അല്ലേ? അതെ സ്കെയിൻ, ഇന്ന് രാവിലെ 6 മണിക്കാണ് ഈ അലോഷ്യസ് അടങ്ങുന്ന 4 അംഗ സംഘം മത്സ്യബന്ധനത്തിനായി മരിനാട് കടപ്പുറത്ത് നിന്ന് പുറപ്പെടുന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ മുതലപ്പുഴയ്ക്ക് സമീപത്തുള്ള ഒരു പ്രദേശമാണ് മരിനാട്. ഈ മത്സ്യത്തൊഴിലാളികൾ ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകാൻ എത്തുന്നൊരു സ്ഥലം കൂടിയാണ് മരിനാട് തീരം എന്ന് പറയുന്നത്. എന്തായാലും ഇന്ന് രാവിലെ 6 മണിക്കാണ് അലോഷ്യസും 3 പേരടക്കം ഒരു ചെറുവള്ളത്തിൽ മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് പോയത്. പക്ഷേ കടലിലേക്ക് കയറി കുറച്ചൊരല്പ ദൂരം എത്തുന്നതിന് മുമ്പ് തന്നെയാണ് കടൽ ഇത്തരത്തിൽ പ്രക്ഷുബ്ധമാവുകയും ഒരു തിരമാല വലിയ രീതിയിൽ ശക്തമായി അടിക്കുകയും ഈ ബോട്ട് മറിയുകയും ചെയ്തു. എന്തായാലും ഈ മറിഞ്ഞ അലോഷ്യസും മുങ്ങി. അതോടൊപ്പം തന്നെ ഈ 3 പേരും, ഈ ബോട്ടിലുണ്ടായിരുന്ന 3 പേരും കടലിൽ വീണു. ഈ 3 പേർ ആ സമയം നീന്തി രക്ഷപ്പെടുകയായിരുന്നുണ്ടായിരുന്നത്. പക്ഷേ അലോഷ്യസിനെ രക്ഷിച്ച് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചെങ്കിലും 7 മണിയോടുകൂടിയാണ് മരണം സ്ഥിരീകരിച്ചത്. എന്തായാലും ദുഃഖകരമായൊരു വാർത്തയാണ് മരിനാട് നിന്ന് വരുന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ഈ പ്രദേശത്ത് വലിയ ദുരിതമാണ് സ്കേർ. അതായത് ഈ മുതലപ്പുഴ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ മരിനാട് മുതൽ മുതലപ്പുഴ കേന്ദ്രീകരിച്ചുള്ള മത്സ്യത്തൊഴിലാളികൾ പ്രവർത്തിക്കുന്നവരുടെ ജീവൻ പണയം വെച്ചിട്ട് തന്നെയാണ്. അതായത് സ്ഥിരമായി അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. എന്തായാലും ഒരു മത്സ്യത്തൊഴിലാളിയുടെ ജീവൻ കൂടി ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് സ്കേൻ. ഓക്കെ, താങ്ക് യു. അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങൾ നൽകിയത്.